ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് റിഫ്രാക്ഷൻ ത്രൂ എ പ്രിസം. നമ്മൾ നേരത്തെ ഒരു വീഡിയോ കണ്ടിരുന്നു പ്രിസത്തിൻ്റെ. അതിനകത്ത് റിഫ്രാക്ഷൻ, പ്രിസത്തിൽ വരുന്ന റിഫ്രാക്ഷൻ്റെ ഇക്വേഷൻ A+D=I+E എന്ന് പറയുന്ന ഒരു റിലേഷൻ നമ്മൾ കണ്ടിരുന്നു അല്ലേ. അതായത് ആംഗിൾ ഓഫ് പ്രിസവും ഡീവിയേഷനും ഇൻസിഡൻറ്റ് ആംഗിളും എമർജൻറ്റ് ആംഗിളും തമ്മിലുള്ള റിലേഷൻ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെറിവേഷനിലോട്ടാണ് എത്തുന്നത്. അതായത് ഒരു പ്രിസത്തിൽ വരുന്ന റിഫ്രാക്ഷൻ എങ്ങനെയായിരിക്കും, അതിൻ്റെ തമ്മിലുള്ള റിലേഷൻ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താണ്, ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ വരാൻ പോകുന്നത്. അതിൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്സ് ആണ് ഇവിടെ. എല്ലാ ഡെറിവേഷൻ സ്റ്റെപ്സും ഞാനിവിടെ കൊടുക്കാം, നിങ്ങളതെല്ലാം ഇതേപടി നോട്ടിലേക്ക് കോപ്പി ചെയ്യാം. ഓക്കെ, ഈ ഫിഗർ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. ഫിഗറാണ്, ഇതൊരു പ്രിസത്തിൻ്റെ സെക്ഷനാണ് ഇവിടെ വരച്ചിരിക്കുന്നത്. പ്രിസം ABC എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പൽ സെക്ഷൻ ഓഫ് എ പ്രിസം. ഓക്കെ, ഇതിനകത്ത് നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാ റേസും ആംഗിൾസും എല്ലാം ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്ലാസ് മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N2 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഔട്ട്സൈഡ് ദ പ്രിസം എയർ ആണല്ലോ മീഡിയം, സോ അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N1 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ PQ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് റേ, QR എന്ന് പറയുന്നത് റിഫ്രാക്റ്റഡ് റേ ഇൻസൈഡ് ദ പ്രിസം, ആൻഡ് RS എന്ന് പറയുന്നത് എമർജൻറ്റ് റേ ഫ്രം ദ പ്രിസം. ഓക്കെ, പിന്നെ കൊടുത്തിരിക്കുന്നത് നോർമൽസ് ആണ്. അതായത് ഈ AB എന്ന് പറയുന്ന ഫേസിൻ്റെ നോർമൽ ഒരു യെല്ലോ ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ AC എന്ന് പറയുന്ന ഫേസിൻ്റെ നോർമലും ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിട്ടുണ്ട്. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന N എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ നേരത്തെ കണ്ട ഫിഗറിൽ N1 N2 എന്നും N2 N3 എന്നും ആയിരിക്കും മാർക്ക് ചെയ്തിട്ടുള്ളത്. അതങ്ങനെ, അല്ലെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്താലും മതി കേട്ടോ. ഓക്കെ, പിന്നെ I എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഓക്കെ, അതായത് PQൻ്റെയും ഫേസിൽ വരുന്ന നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിൾ I എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ AC ഫേസിൽ വരുന്ന ആംഗിൾ ഓഫ് എമർജൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ ആംഗിൾ ഓഫ് എമർജൻസ് E എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് RSൻ്റെ എമർജൻറ്റ് റേക്കും RS എന്ന് പറയുന്ന എമർജൻറ്റ് റേയുടെയും അതുപോലെ ആ ഫേസിൽ വരുന്ന നോർമലിൻ്റെ ഇടയിലുള്ള ആംഗിൾ E എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ R1 R2 എന്ന് പറയുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾസ് ഇൻസൈഡ് ദ പ്രിസം മാർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ PQ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരച്ചിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ അതാണ് ഈ എക്സ്റ്റെൻഡ് ചെയ്ത് നമ്മൾ നേരത്തെ T എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തില്ലേ. T എന്ന് പറയുന്ന PQT എന്ന് പറയുന്ന ഒരു ലൈൻ നമ്മൾ കണ്ടില്ലേ. അതേപോലെ അത് വേണമെങ്കിൽ ഇവിടെയും PQT എന്ന് ഇട്ടോളൂ, മനസ്സിലായോ. അതേപോലെ RSൻ്റെ എമർജൻറ്റ് റേയുടെ ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ട്. RSൻ്റെ XRS എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ട ഫിഗറിൽ ഡോട്ടഡ് ലൈൻ ഇട്ട് വരച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എമർജൻറ്റ് റേയുടെ ഡയറക്ഷൻ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇൻസിഡൻറ്റ് റേയുടെ ഡയറക്ഷനും എമർജൻറ്റ് റേയുടെ ഡയറക്ഷനും മീറ്റ് ചെയ്യുന്ന പോയിന്റ് M എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ രണ്ട് നോർമൽസ് മീറ്റ് ചെയ്യുന്ന പോയിന്റ് N എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഒരു ഡെൽറ്റ എന്ന് പറയുന്ന ഒരു ആംഗിൾ ഇവിടെ കാണാം. പക്ഷേ ഇവിടെ ഇത് ഡെൽറ്റ എന്ന് പറയുന്ന ആംഗിളാണ്. പക്ഷേ നിങ്ങൾ ഡെൽറ്റ എന്ന് കൊടുക്കണ്ട. കഴിഞ്ഞ ഫിഗറിൽ നിങ്ങൾ ക്യാപിറ്റൽ D അല്ലേ കൊടുത്തത്, അതെന്തായിരുന്നു, ആംഗിൾ ഓഫ് ഡീവിയേഷൻ അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് സ്മോൾ d എന്ന് കൊടുക്കാം. സ്മോൾ d ആംഗിൾ ഓഫ് ഡീവിയേഷൻ തന്നെയാണ്. സ്മോൾ d എന്ന് ഡെൽറ്റ കൊടുക്കണ്ട, അതിന് പകരം സ്മോൾ d എന്ന് കൊടുക്കുക. കാരണം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ സ്മോൾ d ആണ്. സോ ഡെൽറ്റയ്ക്ക് പകരം സ്മോൾ d എന്ന് കൊടുക്കാം. ഓക്കെ, ഇനി ഇവിടെ എല്ലാം ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഈ ഫിഗറിനകത്തുണ്ട്. ഇനി ഈ ഫിഗർ വളരെ ക്ലിയർ ആയിട്ട് വരയ്ക്കുക. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതിയിട്ടുണ്ട്, അതെല്ലാം അങ്ങനെ എഴുതിയെടുക്കുക. ആദ്യം I എന്താന്ന് പറയുന്നുണ്ട്. I എന്താ, ഇറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദ ഫേസ് AB അല്ല, ഇവിടെ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നുണ്ടോ, അതാണ് I. ഓക്കെ, പിന്നെ R1 എന്ന് പറയുന്നത് എന്താ, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അറ്റ് ദ ഫേസ് AB. ഓക്കെ, പിന്നെ നെക്സ്റ്റ് R2 എന്ന് പറഞ്ഞാൽ ഏതാ, AC ഫേസിൽ വരുന്ന ഇൻസിഡൻറ്റ് ആംഗിൾ അല്ലേ. R2 എന്ന് പറയുന്നത് സെക്കൻഡ് ഫേസ്, അതായത് AC എന്ന് പറയുന്ന സെക്കൻഡ് ഫേസിൽ വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമ്മൾ സാധാരണ I ലെറ്ററിലാണ് നമ്മൾ ഡിനോട്ട് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ R എന്ന് പറയുന്ന ലെറ്ററിൽ കൊടുത്തു. അതായത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഇൻസൈഡ് ദ പ്രിസൈഡ് എടുത്തു എന്ന് മാത്രം, ഇൻസിഡൻറ്റ് ആംഗിൾ ആണെങ്കിൽ കൂടിയും. AC ശരിക്കും സെക്കൻഡ് ഫേസിൻ്റെ ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത് ഫസ്റ്റ് ഫേസ് ABയുടെ റിഫ്രാക്റ്റഡ് റേ ആണല്ലോ, AC ഇൻസിഡൻറ്റ് റേ, അതായത് QR ആണ്. QR എന്ന് പറയുന്നത് ABയുടെ ഈ റിഫ്രാക്റ്റഡ് റേ ആണെങ്കിൽ AC ഇൻസിഡൻറ്റ് റേ ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഇൻസിഡൻറ്റ് ആംഗിൾ എന്ന് പറയുന്നത്, മനസ്സിലായോ. പക്ഷേ ഒരു കൺവീനിയൻസിന് വേണ്ടിയിട്ട് നമ്മൾ R ഡിനോട്ട് ചെയ്യണു, അതായത് റിഫ്രാക്റ്റഡ് ആംഗിൾ ഇൻസൈഡ് ദ പ്രിസം പോലെ എടുക്കുന്നു എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ R2 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അറ്റ് ദ സെക്കൻഡ് ഫേസ് AC. ഓക്കെ,
പിന്നെ എന്തൊക്കെയാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത്? മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്താ? ആംഗിൾ ഓഫ് എമർജൻസ് അറ്റ് ദ ഫേസ് എ സി, അല്ലെങ്കിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ അല്ലെങ്കിൽ എമർജൻസ്. പിന്നെ ഡീവിയേഷൻ ആണ്, ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഡെൽറ്റ വേണ്ട, നിങ്ങൾ സ്മോൾ ഡി എന്ന് എഴുതിയാൽ മതി. ഓക്കെ, ഇനി അടുത്ത നമ്മൾ റിഫ്രാക്ഷൻ ആണല്ലോ. റിഫ്രാക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഏത് ലോ അപ്ലൈ ചെയ്യണം? സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണം. ഓക്കെ, അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ അനുസരിച്ച് എന്താണ് ഇക്വേഷൻ? സൈൻ എ ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2/n1. n2/n1 ആവണമെങ്കിൽ എങ്ങനെയുള്ള റേ ഓഫ് ലൈറ്റ് എങ്ങനെയായിരിക്കണം? എയർ ടു ഡെൻസർ ആയിരിക്കണം, എന്ന് വെച്ചാൽ റെയറർ ടു ഡെൻസർ ആയിരിക്കണം. അപ്പോൾ ഇവിടുത്തെ കേസിൽ നോക്കുകയാണെങ്കിൽ PQ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ എന്താണ് ഈ പ്രിസത്തിലോട്ട് എൻട്രി ചെയ്യാണ്. സോ എയർ ടു ഗ്ലാസ് ആണ് എന്ന് പറഞ്ഞാൽ റെയറർ ടു ഡെൻസർ ആണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ റിഫ്രാക്റ്റഡ് റേ QR നോർമലിനോട്ട് അടുത്താണ് ബെൻഡ് ചെയ്യുക, അല്ലേ? നിങ്ങൾക്ക് ആ റേ കാണുമ്പോൾ തന്നെ അറിയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ വരും? സൈൻ I ബൈ സൈൻ ആർ ഈസ് ഈക്വൽ ടു n2/n1 എന്ന് വരും, അല്ലേ? ഇവിടുത്തെ കേസിൽ I എന്ന് തന്നെ എഴുതി. R ഏതവിടെ? AB ഫേസിൽ വരുന്ന റിഫ്രാക്റ്റഡ് ആംഗിൾ ഏത്? R1 ആണ്. അപ്പോൾ സൈൻ I ബൈ സൈൻ R1 എന്ന് എഴുതി ഈസ് ഈക്വൽ ടു n2/n1. അത് ഇക്വേഷൻ A എന്ന് പേര് കൊടുക്കും കേട്ടോ, കാരണം ജനറൽ ഇക്വേഷൻ ആയതുകൊണ്ട് തന്നെ A എന്ന് പേര് കൊടുത്തു. ഇനി ഇവിടെ ഒരു ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പ്, കണ്ടോ? എന്താ? AQNR എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഷേപ്പ്. അപ്പോൾ അതിനകത്ത് ഏതെല്ലാം ആംഗിൾസ് വരുന്നുണ്ട്? വരുന്നുണ്ട്, ആംഗിൾ A വരുന്നുണ്ട്, ആംഗിൾ N വരുന്നുണ്ട്, പിന്നെ ഓപ്പോസിറ്റ് സൈഡ്സിലുള്ള ആംഗിൾ, അതായത് ആംഗിൾ Q ആംഗിൾ Rഉം വരുന്നുണ്ട്. ഈ ക്വാഡ്രിലാറ്ററൽ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ആംഗിൾ Qവും ആംഗിൾ Rഉം എത്രയായിരിക്കും? 90 ഡിഗ്രി. സോ അത് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി എന്ന് എഴുതി, രണ്ടും 90 ഡിഗ്രി. അതുപോലെ ആംഗിൾ Aയും ആംഗിൾ QNRഉം, അതായത് ആംഗിൾ Aയും ആംഗിൾ Nഉം അതിൻ്റെ ടോട്ടൽ സം എത്രയായിരിക്കും? 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ അത് 180 ഡിഗ്രി എന്ന് കൊടുത്തു. അത് ഇക്വേഷൻ 1 എന്ന് എഴുതുക കേട്ടോ, ഇക്വേഷൻ 1. ഇനി കാണുന്നുണ്ടോ? ഇനി അടുത്തത് ട്രയാങ്കിൾ QNR. ട്രയാങ്കിൾ QNR കണ്ടോ? QNR എന്ന് പറയുന്ന ഒരു ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതിനകത്ത് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? അതിനകത്ത് വരുന്ന ആംഗിൾസ് ആംഗിൾ R1ഉം R2ഉം അതുപോലെ തന്നെ QNRഉം. അതിൻ്റെ ടോട്ടൽ സം എത്രയായിരിക്കും? 180 ഡിഗ്രി, അല്ലേ? ഓക്കെ, അപ്പോൾ അതും എഴുതാം കേട്ടോ. R1 + R2 + ആംഗിൾ QNR ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. അത് ഇക്വേഷൻ 2 എന്ന് കൊടുക്കുക, അത് ഇക്വേഷൻ 2. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഒരു റിലേഷനിലേക്ക് എത്താം. കാരണം രണ്ടും RHSലൊക്കെ 180, LHSൽ QNR ഉണ്ട്, അല്ലേ? ആംഗിൾ QNR ഉണ്ട്, കാണുന്നില്ലേ? ഓക്കെ, ആംഗിൾ QNR ഉണ്ട്, പിന്നെ ഇപ്പുറത്തെ RHS എല്ലാം 180 ഡിഗ്രി. സോ ആംഗിൾ A ഈസ് ഈക്വൽ ടു R1 + R2 എന്ന് എഴുതിക്കൂടെ? ഓക്കെ, ഓൺ കമ്പയറിങ് ഇക്വേഷൻ 1 and 2 R1 + R2 ഈസ് ഈക്വൽ ടു A എന്ന് കിട്ടി, അല്ലേ? എന്ന് വെച്ചാൽ അപ്പോൾ അത് ഇക്വേഷൻ 3 ആയിട്ട് എഴുതാം. ഓക്കെ, ഇക്വേഷൻ 3 ആയിട്ട് എഴുതി. ഇനി ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്ത് ഗ്രീൻ കളറിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്ന വേറൊരു ട്രയാങ്കിൾ കണ്ടോ? ട്രയാങ്കിൾ MQR എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ കണ്ടോ? അതിനകത്ത് MQR എന്ന് പറയുന്ന ആംഗിളിൽ വരുന്ന അല്ലെങ്കിൽ അതിനകത്ത് MQR എന്ന് പറയുന്ന ട്രയാങ്കിളിൽ വരുന്ന ഏതെല്ലാം ആംഗിൾസ് ഉണ്ട്? അതായത് ആംഗിൾ Qവും കണ്ടുപിടിക്കാം, ആംഗിൾ Rഉം കണ്ടുപിടിക്കാം, അല്ലേ? ആ ആംഗിൾ Q എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് Q ആയിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന രണ്ട് ആംഗിൾസ് ഏതൊക്കെയാണ്? ഒന്ന് Iയും പിന്നെ ഒന്ന് R1ഉം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആംഗിൾ MQ, ഈ ട്രയാങ്കിൾ MQRൽ ആംഗിൾ Q എത്രയായിരിക്കും? I - R1 ചെയ്താൽ പോരെ? ഓക്കെ, അതാണ് ആംഗിൾ MQR ഈസ് ഈക്വൽ ടു I - R1. അതേപോലെ തന്നെ ആംഗിൾ ട്രയാങ്കിൾ MQRൽ ആംഗിൾ MRQ, അതായത് ആംഗിൾ R റിലേറ്റ് ചെയ്ത് വരുന്ന ആംഗിൾസ് ഏതൊക്കെയാണ്? Eയും R2ഉം. അപ്പോൾ ആംഗിൾ R എങ്ങനെ കണ്ടുപിടിക്കാം? ആംഗിൾ R ഈസ് ഈക്വൽ ടു E - R2 എന്ന് എഴുതാം, E - R2. നമുക്കിത് എങ്ങനെ I - R1ഉം E - R2 കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ ആണ്, അല്ലേ? അപ്പോൾ അത് Qവും Rഉം കണ്ടുപിടിക്കാനായിട്ട് I - R1 Q, R ഈസ് ഈക്വൽ ടു E - R2. അപ്പോൾ ഇതെല്ലാം ഇതിൻ്റെ ഡെറിവേഷൻ സ്റ്റെപ്സ് എല്ലാം നോട്ട് ചെയ്യാം കേട്ടോ. ഇനി ആംഗിൾ ഓഫ് ഇനി ട്രയാങ്കിൾ MQR നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ
സം ഓഫ് ഇൻറ്റീരിയർ ആംഗിൾസും ഈസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ട്രയാങ്കിൾ MQR നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ ഏതാ? ഡി ആണ്. സ്മോൾ ഡി, ഡെൽറ്റ. ഇവിടെ കൊടുത്തിരിക്കുന്ന ഡെൽറ്റ ആണ്, സ്മോൾ ഡി എന്നാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. സ്മോൾ ഡി ആണ് എക്സ്റ്റീരിയർ ആംഗിൾ. ഇൻറ്റീരിയർ ആംഗിൾസ് ഏതൊക്കെയാണ്? ക്യൂവും ആറും അല്ലേ. അപ്പോൾ ക്യൂവും ആറിൻ്റെയും സമ്മ് എന്ന് പറയുന്നത് ആംഗിൾ ക്യൂ പ്ലസ് ആംഗിൾ ആർ ഈസ് ഈക്വൽ ടു സ്മോൾ ഡി അല്ലെങ്കിൽ ഡെൽറ്റ അല്ലേ. അപ്പോൾ ആംഗിൾ ക്യൂ എന്താ നമ്മളിവിടെ കണ്ടുവച്ചിട്ടുണ്ട്, എന്താണ്? I-R1 പ്ലസ് അടുത്ത ഇൻറ്റീരിയർ ആംഗിൾ ഏതാ? ആറാണ്. ആറും നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. എത്രയാണ്? E-R2. അപ്പോൾ അത് രണ്ടും കൂടെ സം ചെയ്താൽ ഈസ് ഈക്വൽ ടു എക്സ്റ്റീരിയർ ആംഗിൾ കിട്ടും. എക്സ്റ്റീരിയർ ആംഗിൾ ഏതാ? ഡെൽറ്റ അല്ലെങ്കിൽ സ്മോൾ ഡി. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊന്ന് റീഅറേഞ്ച് ചെയ്ത് വരുമ്പോൾ സം ചെയ്യണമെങ്കിൽ റീഅറേഞ്ച് ചെയ്യുന്നു. റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഡി ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് ഓഫ് R1 പ്ലസ് R2 എന്ന് വരും അല്ലേ. അപ്പോൾ R1 പ്ലസ് R2 എന്താണ് നമ്മൾ നേരത്തെ കണ്ടുവച്ചിട്ടുണ്ട്, ഇക്വേഷൻ 3 എന്ന് പറഞ്ഞ് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. അതെന്താണ്? ആംഗിൾ ഓഫ് പ്രിസം എ ആണ്. സോ ഡി ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ. ഡി ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ. ഓക്കെ, അപ്പോൾ ഇത്രയും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ട റിലേഷനിലേക്ക് എത്തി. അതായത് നേരത്തെ കണ്ട റിലേഷൻ എന്തായിരുന്നു? I പ്ലസ് സി ഈസ് ഈക്വൽ ടു എ പ്ലസ് ഡി ആയിരുന്നു അല്ലേ. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഡിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടുവന്നേ ഉള്ളൂ. ഡി ഈക്വൽ ടു അല്ലെങ്കിൽ ഡെൽറ്റ ഈക്വൽ ടു I പ്ലസ് ഇ മൈനസ് എ. ഈ എനെ നമ്മൾ LHSലോട്ട് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ എഴുതാം? അതായത് എ പ്ലസ് ഡി ഈക്വൽ ടു ഡി അല്ലെങ്കിൽ ഡെൽറ്റ എ പ്ലസ് ഡി ഈസ് ഈക്വൽ ടു I പ്ലസ് ഇ എന്ന് എഴുതിക്കൂടെ? നേരത്തെ കണ്ട റിലേഷനിലേക്ക് എത്തി. ഇതാണ് നമ്മൾ ഒരു പ്രിസത്തിൽ വരുന്ന റിഫ്രാക്ഷൻ്റെ ഡിറൈവ് ചെയ്തത്. ഓക്കെ, നമ്മളിനി ഇത് ഒരു ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് ഡീവിയേഷനും തമ്മിലൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് അലോങ് എക്സ് ആക്സിസിലും ആംഗിൾ ഓഫ് ഡീവിയേഷൻ അലോങ് വൈ ആക്സിസിലും പ്ലോട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഒരു ഗ്രാഫ്, റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വരുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷന് വരുന്ന ചേഞ്ചസ് എന്താണ്? ഞാനിവിടെ ഗ്രാഫ് വരച്ച് കാണിക്കാം കേട്ടോ, ഒന്ന് ശ്രദ്ധിക്കുക. ഇവിടെ എഴുതിയിട്ടുണ്ട് ആംഗിൾ ഓഫ്, ഇവിടെ ഒരു യെല്ലോ ലൈൻ വരച്ച് പ്ലോട്ട് ചെയ്ത് കണ്ടോ? അതായത് ഒരു യെല്ലോ കർവ്. ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത്? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എവിടെ? ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച്, അതായത് ഇപ്പോൾ ഒരു ഗ്രീൻ കളറിൽ വരച്ചിരിക്കുന്ന താഴെ എക്സ് ആക്സിസിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് 0 to 50 വരെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു ഗ്രീൻ കളറിൽ കാണിച്ചിട്ടുണ്ട്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് 0 മുതൽ 50 വരെ കൂടി വരുന്നു. അപ്പോൾ ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് സംഭവിച്ചു? ആംഗിൾ ഓഫ് ഡീവിയേഷൻ ഇവിടെയാണ് അല്ലേ, ഈ ഭാഗത്താണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ. അതിനെന്ത് സംഭവിച്ചു? ആംഗിൾ ഓഫ് ഡീവിയേഷൻ 80ക്ക് എബവ് സ്റ്റാർട്ട് ചെയ്തതാണ്, അത് കുറഞ്ഞു വന്നു അല്ലേ. അപ്പോൾ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ് ഡീവിയേഷൻ ഡിക്രീസസ് അറ്റ് ഫസ്റ്റ് അല്ലേ, ഡിക്രീസ് ചെയ്ത് വരുന്നു. ഓക്കെ, ഇനി എന്താ സംഭവിക്കണേ നോക്കാം. റീച്ചസ് എ മിനിമം വാല്യൂ അല്ലേ. ഓക്കെ, കണ്ടോ? അതായത് കുറഞ്ഞ് ഒരു മിനിമം വാല്യൂയിലേക്ക് എത്തി. ആ മിനിമം വാല്യൂ ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. എത്രയാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ്റെ മിനിമം വാല്യൂ? ഏകദേശം 40 ഡിഗ്രിയിലാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ മിനിമത്തിൽ നിൽക്കുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കും? വീണ്ടും ആംഗിൾ ഓഫ് ഇൻസിഡൻസ് കൂടി thereafter increases. thereafter ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഒരു 50 കഴിഞ്ഞ് ഒരു 100ലോട്ട് എത്തി. അപ്പോൾ 100ലോട്ട് ഇങ്ങനെ കൂടി വരുന്നതിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷൻ എന്ത് സംഭവിച്ചു? ആംഗിൾ ഓഫ് ഡീവിയേഷനും ഇൻക്രീസ് ചെയ്തു. മനസ്സിലായോ? അപ്പോൾ വിത്ത് ആംഗിൾ ഓഫ് ഇൻസിഡൻസിനനുസരിച്ച് ആംഗിൾ ഓഫ് ഡീവിയേഷനും ആ പെർട്ടിക്കുലർ മിനിമം വാല്യൂ കഴിഞ്ഞാൽ പിന്നെ ഇൻക്രീസ് ചെയ്യും. അതാണ് ഈ ഗ്രാഫിൽ നിന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതാണ് ഐയും ഡിയും തമ്മിലുള്ള റിലേഷൻ ഇൻ ഗ്രാഫിക്കൽ മെത്തേഡിൽ. ഓക്കെ, അതായത് ആസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇൻക്രീസസ് ഡീവിയേഷൻ ഡിക്രീസസ് അറ്റ് ഫസ്റ്റ് റീച്ചസ് എ മിനിമം വാല്യൂ ആൻഡ് thereafter increases with the angle of incidence. ഈ ഒരു പോയിന്റ് ഇവിടെ നോട്ട് ചെയ്യണം. ഓക്കെ, ഈ പറയുന്ന, അതായത് ഈ മിനിമം വാല്യൂവിലെ ഈ കാണുന്ന മിനിമം വാല്യൂവിനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. ഈ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ ക്യാപിറ്റൽ ഡി ആണ്. ഓക്കെ, അതാണ്, അതായത് എവിടെയാണോ ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ മിനിമത്തിലേക്ക് എത്തുന്നത് ആ മിനിമം വാല്യൂ ഓഫ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷനെ വിളിക്കുന്ന പേരാണ് ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ ഡിനോട്ടഡ് ബൈ ക്യാപിറ്റൽ ഡി. ഓക്കെ, കണ്ടോ? ഇവിടെ എഴുതിയിട്ടുണ്ട് മിനിമം ഡീവിയേഷനിൽ സ്മോൾ ഡി ഈക്വൽ ടു DMI മാറി. സ്മോൾ ഡി അല്ലെങ്കിൽ ഡെൽറ്റ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ ഡി എന്നാണ് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ.
എം ഫോർ മിനിമം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അത് എഴുതുക. അതുപോലെ തന്നെ മിനിമം ഡീവിയേഷനിൽ വരുന്ന കണ്ടീഷൻസ് എന്തൊക്കെയായിരിക്കും? എപ്പോഴാണ് മിനിമം ഡീവിയേഷൻ ആവുക? എന്താണ് മിനിമം ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഡീവിയേഷൻ മിനിമം ആവുക, അതായത് ഈ പി ക്യൂ എന്ന് പറയുന്ന ഇൻസിഡൻറ്റ് റേ എ ബി ഫേസിൽ വന്ന് ഫോളോ ചെയ്ത് അത് ആർ എസ് ആയിട്ട് എമർജ് ചെയ്യുമ്പോൾ, എ സി ഫേസിൽ നിന്ന് ആർ എസ് ആയിട്ട് എമർജ് ചെയ്യുമ്പോൾ വലിയൊരു ആംഗിളിൽ വലിയൊരു വ്യത്യാസമില്ല, ഏകദേശം സെയിം ആംഗിളിൽ തന്നെയാണ് എമർജ് ചെയ്യുന്നത്. അതായത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എത്രയാണോ ഏകദേശം അതേ ആംഗിളിൽ തന്നെയാണ് അത് എമർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീവിയേഷൻ ഇല്ല, അല്ലെങ്കിൽ മിനിമം എന്നല്ലേ അതിനർത്ഥം. അതേപോലെ തന്നെ അപ്പോൾ അങ്ങനെ പറഞ്ഞാൽ ഐയും ഇയും ഈക്വലാന്ന് അർത്ഥം അല്ലേ. അതേപോലെ തന്നെ ഐയും ഇയും ഈക്വൽ ആണെങ്കിൽ ഇൻസൈഡ് ദ പ്രിസം R1ഉം R2 എന്തായിരിക്കും? അതും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതാണ് മിനിമം ഡീവിയേഷൻ്റെ വരേണ്ട കണ്ടീഷൻസ്. മിനിമം ഡീവിയേഷൻ ആണെന്ന് പറയണമെങ്കിൽ ഈ രണ്ട് കണ്ടീഷൻസും സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതായത് ഐയും ഇയും ഈക്വൽ ആയിരിക്കും. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് എമർജൻസ്. അതേപോലെ തന്നെ R1 ഈസ് ഈക്വൽ ടു R2. ഈ രണ്ട് കണ്ടീഷൻസും ആണെങ്കിൽ ആ ഡീവിയേഷനെ വിളിക്കുന്നതാണ് മിനിമം ഡീവിയേഷൻ. ഓക്കെ, ഈ കണ്ടീഷൻസ് എല്ലാം ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻസിൻ്റെ കണ്ടീഷൻ നമ്മൾ 3ലും അതുപോലെ തന്നെ 4ലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും? 3D ഇക്വേഷൻ ഓർമ്മയുണ്ടോ? 3D ഇക്വേഷൻ എന്തായിരുന്നു? ഇവിടെ ഇപ്പോൾ റൈറ്റ് സൈഡിൽ കാണിച്ചിട്ടുണ്ട്. ഇക്വേഷൻ 3 എന്തായിരുന്നു? R1 + R2 ഈസ് ഈക്വൽ ടു എ. ഇവിടെ R1 R2 ഈക്വൽ അല്ലേ, അപ്പോൾ എങ്ങനെ എഴുതാം? R1 + R1 തന്നെ എഴുതാം. R1 + R1 ഈക്വൽ ടു എ എന്ന് എഴുതാം. അതായത് എന്തായതിനർത്ഥം? 2R1 ഈക്വൽ ടു എ എന്ന് എഴുതാം. അപ്പോൾ അതിൽ നിന്ന് R1 എടുക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? A/2 എന്ന് എഴുതാം. ഓക്കെ, ഇക്വേഷൻ 5 എന്ന് ഇട്ടുള്ളൂ കേട്ടോ, ഇക്വേഷൻ 5. ഇനി അതേപോലെ തന്നെ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? ഇക്വേഷൻ 4 എന്തായിരുന്നു? D ഈക്വൽ ടു I1 + I2 മൈനസ് എ ആയിരുന്നു ഇക്വേഷൻ 4, ഓർമ്മയുണ്ടോ? അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ ഇനി അതുപോലെ ഇക്വേഷൻ 4ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സ്മോൾ ഡിക്ക് പകരം മിനിമം ഡീവിയേഷൻ്റെ ലെറ്റർ ഏതാ? DM ആണ്, ക്യാപിറ്റൽ D ആണ്. അപ്പോൾ ക്യാപിറ്റൽ DM ഈക്വൽ ടു I1 + I2. I1ഉം I2ഉം ഇവിടെ I2 ഉദ്ദേശിക്കുന്നത് E ആണ്. അപ്പോൾ അത് രണ്ട് ഈക്വൽ അല്ലേ, അപ്പോൾ എന്ത് എഴുതാം? 2I എന്ന് എഴുതാം മൈനസ് എ. അപ്പോൾ DM ഈക്വൽ ടു 2I മൈനസ് എ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് അടുത്ത ഇക്വേഷൻ. ഓക്കെ, ഇനി അതിൽ നിന്ന് നമുക്ക് 2I കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? 2I ഈസ് ഈക്വൽ ടു A + DM എന്ന് എഴുതാം അല്ലേ, A + DM. അതിൽ നിന്ന് I കണ്ടുപിടിക്കുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? A + DM/2 എന്ന് എഴുതി. ഓക്കെ, അത് ഇക്വേഷൻ 6 എന്ന് കൊടുത്തു. ഇനി അപ്പോൾ നമ്മൾ ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം നോക്കിക്കഴിഞ്ഞാൽ ഇക്വേഷൻ 5 എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ്റെ ഇക്വേഷനും ഇക്വേഷൻ 6 ആംഗിൾ ഓഫ് ഇൻസിഡൻസിൻ്റെ ഇക്വേഷനുമാണ്. അതായത് R1ഉം Iയും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് സ്നെൽസ് ലോ അല്ലേ നമ്മുടെ റിഫ്രാക്ഷൻ ലോ, അതിൽ നമുക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അക്കോർഡിംഗ് ടു സ്നെൽസ് ലോ എന്താണ്? സ്നെൽസ് ലോയുടെ ഇക്വേഷൻ നമ്മൾ എ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇക്വേഷൻ എ, അതായത് sin I/sin R1 ഈക്വൽ ടു N2/N1 എന്ന് എഴുതിയിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു N21 ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ഐക്ക് പകരം എന്ത് എഴുതാം? A + DM/2 ഡിവൈഡഡ് ബൈ സൈൻ R1 എന്ത് കൊടുക്കാം? A/2 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഇതാണ് പ്രിസത്തിൽ വരുന്ന സ്നെൽസിലൂടെ റിലേഷൻ. ഓക്കെ, റിഫ്രാക്ഷൻ്റെ റിലേഷൻ. ഇതൊരു കോളത്തിനകത്ത് ഇടുക കേട്ടോ. ഇനി നമ്മളൊന്നുകൂടെ ആംഗിൾസ് എല്ലാം ചെറുതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫോർ എ സ്മോൾ ആംഗിൾഡ് പ്രിസം ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ സൈൻ എല്ലാം കളഞ്ഞ് എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? N21 ഈക്വൽ ടു അപ്രോക്സിമേറ്റ്ലി ഈസ് ഈക്വൽ ടു A + DM/2 A/2 എന്ന് എഴുതാം. എഴുതിക്കൂടെ? ഇനി അതിൽ നിന്ന് തന്നെ നമുക്ക് A/2 ഇപ്പുറത്തേക്ക് കൊണ്ടുവരികയാണെങ്കിൽ എങ്ങനെ എഴുതാം? N21 A/2 2 ഉണ്ടല്ലോ, മുകളിലും താഴെയും 2 ക്യാൻസൽ ചെയ്തു. സോ എനെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുപോയാൽ N21 A ഈക്വൽ ടു A + DM എന്ന് എഴുതാം. ഓക്കെ, N21 ഈക്വൽ ടു, അതായത് NA ഈക്വൽ ടു A + D എന്ന് അർത്ഥം. ഓക്കെ, അതിൽ നിന്ന് D എടുക്കുകയാണെങ്കിൽ D എന്ന് പറഞ്ഞാൽ എന്താ? ആംഗിൾ ഓഫ് മിനിമം ഡീവിയേഷൻ. DM എടുക്കുകയാണെങ്കിൽ N21 - 1 ഓഫ് A എന്ന് എഴുതി കൂടെ? ഇതാണ് ആംഗിൾ ഓഫ് ഡീവിയേഷൻ കാണാനുള്ള ഒരു റിലേഷൻ. ഇതും ഒരു കോളത്തിനകത്ത് ഇടുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രിസത്തിൻ്റെ ഡെറിവേഷനിൽ നിന്ന് കണ്ടുവരുന്ന ഇക്വേഷൻസ്. ഇതെല്ലാം ബൈ ഹാർട്ട് ചെയ്യണം. ഡെറിവേഷൻസ് എല്ലാം നിങ്ങൾ ഇതേപോലെ ഡിറൈവ് ചെയ്യണം. ഗ്രാഫ് ഇതേപോലെ വരയ്ക്കണം. ഈ ഗ്രാഫിന് ID ഗ്രാഫ് എന്ന് പേര് കൊടുത്തോളൂ കേട്ടോ. ID ഗ്രാഫ്, I ഫോർ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആൻഡ് D ഫോർ ആംഗിൾ ഓഫ് ഡീവിയേഷൻ. ഓക്കെ, I സ്മോൾ ലെറ്റർ, അതുപോലെ തന്നെ Dയും സ്മോൾ ലെറ്റർ. അതിൽ മിനിമം വരുന്ന ആ പോയിൻറ്റിൻ്റെ അവിടെ ക്യാപിറ്റൽ D എന്ന് മാർക്ക് ചെയ്തോളൂ. അപ്പോൾ ഇത്രയും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണം. പ്രിസത്തിൻ്റെ റിഫ്രാക്ഷൻ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.